മഴയിൽ ചാഴൂർ കമാൻഡ് മുഖം താൽക്കാലിക തടയണ തകർന്നു. 5 പഞ്ചായത്തുകളിലെ 500-ലേറെ കുടുംബങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. വടിയൂർ പുളിക്കലിച്ചിറ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച താൽക്കാലിക ബണ്ട് പൊട്ടിച്ച് വെള്ളം ഒഴുക്കിവിട്ടു തുടങ്ങി. കോൾപ്പടവുകളിലെ സ്ലൂയിസുകൾ തുറക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് ചാഴൂർ കൃഷിഭവൻ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. തീരദേശത്ത് വെള്ളക്കെട്ട് ദുരിതം. കനോലി കനാൽ കവിഞ്ഞതോടെ കയ്പമംഗലം, എടത്തിരുത്തി പഞ്ചായത്തുകളിൽ നിരവധി വീടുകളിൽ വെള്ളക്കെട്ട്. പുതുക്കാട് സെന്ററിലെ തട്ടുകടകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്തതും പഴകിയ ഭക്ഷണം കണ്ടെത്തിയതുമായ 2 കടകൾ അടയ്ക്കാൻ നിർദ്ദേശം. പ്രാണവേദനയോടെ ഗുരുവായൂരിന്റെ തെരുവിൽ ജീവിതം തള്ളി നീക്കിയ പ്രസാദിനെ സാമൂഹ്യനീതി വകുപ്പ് ഏറ്റെടുത്തു. നടപടി TCV വാർത്തയെ തുടർന്നു. ഇരിങ്ങാലക്കുടയിൽ പട്ടാപ്പകൽ ബൈക്കിലെത്തിയ 2 അംഗ സംഘം സ്ത്രീയുടെ മാല പൊട്ടിച്ചു. കേരളം സ്വദേശിനി നളിനിയുടെ മാലയാണ് ബൈക്കിലെത്തിയ സംഘം പൊട്ടിച്ച് കടന്നു കളഞ്ഞത്. ദേശീയപാത നെല്ലായി ജംഗ്ഷനിൽ സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കുവാനുള്ള സംവിധാനം ഒരുക്കാതെ അധികൃതർ. ട്രാഫിക് സിഗ്നൽ സംവിധാനവും ഫുട് ഓവർ ബ്രിഡ്ജോ സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം കടലാസിലൊതുക്കി. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ശക്തമായ മഴയിൽ ചാഴൂർ കമാൻഡ് മുഖം താൽക്കാലിക തടയണ തകർന്നു. 5 പഞ്ചായത്തുകളിലെ 500-ലേറെ കുടുംബങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. ശക്തമായ മഴയിൽ കരുവന്നൂർ പുഴയിലെ ജലനിരപ്പ് ഉയർന്നതോടെയാണ് പുഴയോട് ചേർന്ന് നിർമ്മിച്ച താൽക്കാലിക തടയണ തകർന്നത്. തെങ്ങ്, മുളങ്കുറ്റികളും പലകകളും സ്ഥാപിച്ച് മണ്ണിട്ട് നിരത്തി കഴിഞ്ഞ വർഷം പുനർനിർമ്മിച്ച തടയണയാണ് കാലവർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ തകർന്നത്. ഇതോടെ ഇവിടെ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തുന്ന സമീപത്തെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ട് ഭീഷണിയിലായി. താഴ്ന്ന പ്രദേശത്തുള്ള ആളുകൾ വളരെ ഭീതിയിലാണ്. ഇപ്പോൾ ഈ പുഴയുടെ ലെവലിൽ വെള്ളം ഇവിടെ വരികയെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇപ്പോൾ ക്യാമ്പിലേക്ക് മാറേണ്ടി വരും. ഇതിന്റെ സമീപ പ്രദേശത്തുള്ള എല്ലാ പഞ്ചായത്തിലെ ആളുകൾക്കും ഇതേ ദുരന്ത അനുഭവം തന്നെയാണ്. ഇത് ഒഴിവാക്കാനായിട്ട് നിരന്തരമായിട്ട് നിവേദനങ്ങളും പരാതികളും പ്രശ്നങ്ങളുമായിട്ട് നിന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ താൽക്കാലിക സ്ഥിര സംവിധാനം തള്ളിപ്പോയപ്പോഴാണ് താൽക്കാലിക സംവിധാനം ഉണ്ടാക്കിയത്. ചാഴൂർ പഞ്ചായത്തിന് പുറമെ ചേർപ്പ്, പാറളം, അന്തിക്കാട്, അരിമ്പൂർ ഗ്രാമപഞ്ചായത്തുകളിലെ 500-ലധികം കുടുംബങ്ങളാണ് വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്നത്. മുൻപേ കൂട്ടി ഇതിന്റെ സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ ചാക്കിട്ട് കുറച്ച് മണ്ണിട്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കടക്കാണ്ടിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് AEനെയും ബന്ധപ്പെട്ടവർ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ അപ്ഡേഷനായിട്ട് കളക്ടർക്കും തഹസിൽദാർക്കും നമ്മൾ ഈ വിവരങ്ങളൊക്കെ എല്ലായ്പ്പോഴും കൊടുത്തുകൊണ്ടിരുന്നതാണ്. എന്നിട്ടാണ് ഇപ്പോൾ ഈ സംഭവത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് തടയണ തകരാൻ കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. ആവശ്യമായ ഉയരവും ഉറപ്പുമില്ലാതെ നിർമ്മിച്ച തടയണയെ സംബന്ധിച്ച് നിർമ്മാണ ഘട്ടത്തിൽ തന്നെ പ്രദേശവാസികൾ ആശങ്ക ഉന്നയിച്ചതാണ്. എന്നാൽ ഇതൊന്നും ഇറിഗേഷൻ അധികൃതർ ചെവിക്കൊണ്ടില്ലെന്നും 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച തടയണയിൽ അഴിമതിയുണ്ടെന്ന ആക്ഷേപവും ശക്തമാണ്. 14 ലക്ഷം രൂപയാണ് ആദ്യം വകയിരുത്തിയത്. ഈ 14 ലക്ഷം രൂപ ഇതിന് വരില്ല. ഇത് ആകെ 2-3 ലക്ഷം രൂപ കൊണ്ട് ഇത് അവസാനിപ്പിക്കാവുന്ന പണിയുള്ളൂ എന്ന് അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവരത് കുറച്ചൊരു 4 ലക്ഷം കുറച്ചിട്ട് 10 ലക്ഷമാക്കി. 10 ലക്ഷം രൂപ വരെ പണി നടക്കുമ്പോഴും ഞങ്ങളിവിടെ വന്ന് നോക്കിയിരുന്നു. ഇവിടുത്തെ എത്ര മുളയിട്ടുണ്ട്, എത്ര ലോഡ് മണ്ണടിച്ചിട്ടുണ്ട്, എത്ര പനമ്പിട്ടുണ്ട്, കയറിൻ്റെയും മണ്ണ് വന്നതിൻ്റെ വരെ കണക്ക് ഞങ്ങൾ എടുത്ത് നോക്കിയപ്പോൾ കൂടി വന്ന ഒരു 3 ലക്ഷം രൂപ ഇതിന് ചിലവ് വരുള്ളൂ. ഇതിന് നടന്നിട്ടുള്ള അഴിമതിനെ കുറിച്ചാണ് ഇനി അന്വേഷിക്കേണ്ടത്. അതിന് കൂട്ടുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടി എടുക്കും വേണം. ഈ കരാറുകാരനെ കരിമ്പട്ടികയിൽ പെടുത്തിയിട്ട് ഇനി ഇറിഗേഷൻ്റെ പണികൾ കൊടുക്കാനും പാടില്ല. കേവലം 3 ലക്ഷത്തോളം രൂപ മാത്രം ചെലവഴിച്ച് ഇതേ തടയണയുടെ സമീപത്ത് നാട്ടുകാർ ചേർന്ന് നിർമ്മിച്ച കോൺക്രീറ്റ് പാലം ചൂണ്ടിക്കാട്ടിയാണ് പ്രദേശവാസികളുടെ ആരോപണം. ഈ സാധനം തള്ളിപ്പോയപ്പോൾ ഇത് പുനഃക്രമീകരിക്കാൻ വേണ്ടി ഈ നാട്ടുകാർ 3 ലക്ഷത്തിൽ താഴെ രൂപ സ്വരൂപിച്ചിട്ട് നാട്ടുകാർ പണിത പാലാണ് ഈ നിൽക്കുന്നത്. ഇപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഇറിഗേഷന്റെ ഗുരുതരമായ അനാസ്ഥയാണ് ഇതിൽ കാണിക്കുന്നത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻചാർജ് അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. താൽക്കാലിക തടയണയ്ക്ക് പകരം സ്ഥിരം സംവിധാനം വേണമെന്ന ആവശ്യം വീണ്ടും ശക്തമായിരിക്കുകയാണ്. ഇതിന് 46 ലക്ഷത്തോളം രൂപ അനുവദിച്ചതായും നടപടികൾ പൂർത്തീകരിച്ച് അടുത്ത കാലവർഷത്തിന് മുൻപായി സ്ഥിരം സംവിധാനം ഒരുക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം MLA CC മുകുന്ദൻ പറഞ്ഞു. ശാശ്വത പരിഹാരം കണ്ടെത്താൻ FRB ഷട്ടർ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് 46 ലക്ഷം രൂപയുടെ. അത് പണിയുന്നതിന് മുമ്പ് വീണ്ടും ഇത് കെട്ടണം. കളക്ടറോട് പറഞ്ഞു ആവശ്യമായ നടപടി സ്വീകരിക്കാൻ നമ്മൾ തീരുമാനം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വലിയ വിഷയം എന്ന നിലയിൽ ഈ 3 പഞ്ചായത്തിലെ പ്രസിഡന്റുമാരെ വിളിച്ചു ഇവിടെയൊക്കെയാണ് വെള്ളം നിൽക്കണമെങ്കിൽ വിളിച്ച് ചർച്ച ചെയ്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. തടയണ തകർന്നതോടെ വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്ന കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ഉറപ്പുവരുത്തുമെന്ന് അധികൃതർ അറിയിച്ചു. അപ്പോഴും ഓരോ മഴക്കാലത്തും ഭീതിയോടുകൂടി കഴിയേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ. പല പഞ്ചായത്തുകളെയും വെള്ളക്കെട്ടിലേക്ക് തള്ളിവിടുന്ന കരുവന്നൂർ പുഴ ചേരുന്ന ഈ കമാൻഡ് മുഖത്ത് സ്ഥിരം തടയണ എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇപ്പോഴും താൽക്കാലിക തടയണ കെട്ടി മാത്രമാണ് പലപ്പോഴും വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നത്.
ഇനിയെങ്കിലും ശാശ്വതമായ പരിഹാരത്തിനാണ് ജനങ്ങളും പ്രദേശവാസികളും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. കമാൻഡോത്ത് നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. കാനയുടെ തകർച്ചയും അശാസ്ത്രീയ നിർമ്മാണവും കാരണം വെള്ളക്കെട്ടിൽ വലഞ്ഞ് 12ഓളം കുടുംബങ്ങൾ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ 12-ാം വാർഡ് തിരുമംഗലം ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്നവരാണ് വെള്ളക്കെട്ട് മൂലം ദുരിതത്തിലായത്. കാന നിർമ്മാണത്തിലെ അപാകത മൂലം മഴക്കാലമായാൽ പ്രദേശത്തെ 1/2 കിലോമീറ്ററോളം ദൂരത്തെ മാലിന്യങ്ങളും വെള്ളവും ചെന്നെത്തുന്നത് ഇവർ താമസിക്കുന്ന വീടുകളുടെ സമീപത്തുള്ള കുളത്തിലേക്കാണ്. ഇതോടെ വീടുകൾക്ക് ചുറ്റും വെള്ളക്കെട്ട് രൂപപ്പെടുകയും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും ബുദ്ധിമുട്ടാവുകയും വീടുകളുടെ ബലക്ഷയത്തിന് കാരണമാകുന്നതായും ഇവർ പറയുന്നു. അധികം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഏരിയ മുട്ടിന്റെ മേലെ വെള്ളം നിറഞ്ഞ ഏകദേശം ഈ സറൗണ്ടിങ് 1 കിലോമീറ്ററിനകത്തുള്ള വെള്ളം അകത്തുനിന്നല്ല, ചിലപ്പോൾ പുറത്തുനിന്നുള്ള മൊത്തം ഏരിയക്ക് കാനയുടെ ഒരു പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് ഇല്ലാത്ത കാരണം ഈ വെള്ളമൊക്കെ ഇങ്ങോട്ട് വരിക. തിരിച്ച് പോകണതാണെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ടാണ്. മഴക്കാലം തീർന്നാൽ കുറേ നാളത്തോളം ഈ ബുദ്ധിമുട്ട്, ഈ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും. മാത്രമല്ല വെള്ളം കൂടി വന്നിട്ട് ടോയ്ലറ്റ് കക്കൂസ് റിങ്ങിൻ്റെ ഒക്കെ മേലേക്ക് നിൽക്കും. അപ്പോൾ വെള്ളം ഓട്ടോമാറ്റിക്കലി വെള്ളം വേസ്റ്റ് കക്കൂസ് മാലിന്യം വരെ ഏരിയ മൊത്തം നടക്കും. ഇപ്പോൾ ഈ അടുത്ത് ഉള്ള എല്ലാവർക്കും, സ്കൂൾ കുട്ടികളാണെങ്കിലും മുതിർന്ന ആൾക്കാർക്കാണെങ്കിലും പുറത്ത് പോകാനും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടാണ് ഭയങ്കര പ്രശ്നം. കുളത്തിലെത്തുന്ന മാലിന്യങ്ങൾ വീടുകൾക്ക് ചുറ്റും നിറയുന്നത് പകർച്ചവ്യാധികൾക്ക് കാരണമാകുമെന്ന ഭീതിയിലാണ് ഇവിടത്തുകാർ. നടവഴിയായി ഉപയോഗിക്കുന്ന കാനയുടെ മുകളിൽ സ്ലാബുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പലയിടത്തും തകർന്ന് കാനയിൽ വീണ് വെള്ളമൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇതും വെള്ളക്കെട്ടിന് കാരണമാകുന്നുണ്ട്. ഇതോടെ സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ വെള്ളക്കെട്ടിലൂടെ സഞ്ചരിച്ചു വേണം റോഡിലേക്ക് എത്തണമെങ്കിൽ. നിലവിലുള്ള കാനയുടെ നീളം കൂട്ടി സമീപത്തെ ഒറ്റഞ്ഞാവൽ പോളക്കൻ റോഡിലെ കാനയിലേക്കോ നീലാരി തോടുമായി ബന്ധിപ്പിക്കുകയോ ചെയ്താൽ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാനപണി ആ ഒരു പ്രോപ്പറായിട്ട് ചെയ്യാത്ത കാരണം, അതായത് മെയിൻ്റനൻസ് ചെയ്തിട്ടില്ല കറക്റ്റായിട്ട്. ഇപ്പോൾ ലാസ്റ്റ് ഒരു മെയിൻ്റനൻസിൻ്റെ കാര്യത്തിന് കൊടുത്തപ്പോൾ 6 ലക്ഷം രൂപ നമുക്ക് പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെയിട്ട് അത് വർക്ക് നടന്നിട്ടില്ല. ഇത്രയും വെള്ളമായിട്ട് പിന്നെ ഇപ്പം എന്തെങ്കിലും ഒന്നും ചെയ്യാനും പറ്റൂല. ഇത്രയും മഴ പെയ്ത് കണ്ടില്ലേ, ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള മഴ തുടങ്ങുമ്പോഴത്തേന് ഇത്രയും വെള്ളക്കെട്ടായി. ശരിക്കും ഒരു മഴ വന്നു കഴിഞ്ഞാൽ മുങ്ങിപ്പോവും. ആകം മുള്ളമ്മണ്ണൊക്കെ മാന്തി പൊളിഞ്ഞ് കിടക്കാണ് അവിടെ ഇവിടെ ഒക്കെ. കാനയുടെ പുനർനിർമ്മാണത്തിനായി പണം വകയിരുത്തിയിട്ടുള്ളതായി വാർഡ് മെമ്പർ പറയുന്നുണ്ടെങ്കിലും ഒരു നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. എത്രയും പെട്ടെന്ന് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നൊരു നടപടി ഉണ്ടാവണം. 6 ലക്ഷം ഇവിടെ പാസ്സാക്കി വെച്ചെന്ന് പറഞ്ഞു. ടെൻഡർ എടുക്കാൻ ആളെ കിട്ടിയില്ല, റീടെൻഡർ വെച്ചു. എന്നിട്ട് എന്തായെന്നുള്ള അറിയില്ല. മഴ സീസണിൽ ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. എത്രയും വേഗം കാനയുടെ പുനർനിർമ്മാണം നടത്തി തങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. TCV ന്യൂസ്, തൃപ്രയാർ. ചേർപ്പ് മേഖലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ CC മുകുന്ദൻ MLA സന്ദർശിച്ചു. മുത്തുള്ളിയാൽ, തോപ്പ്, പൊട്ടിച്ചിറ, പണ്ടാരച്ചിറ മേഖലകളിലായി 150ഓളം കുടുംബങ്ങളാണ് ക്യാമ്പിൽ കഴിയുന്നത്. പടിഞ്ഞാട്ടുമുറി ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂൾ, ഗവൺമെന്റ് ചേർപ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സർക്കാരിന്റെ എല്ലാവിധ സഹായങ്ങളും ലഭ്യമാക്കിയതായും ക്യാമ്പിന്റെ നടത്തിപ്പ് വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾ ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കുന്നതായും ക്യാമ്പ് സന്ദർശിച്ചതിന് ശേഷം MLA പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, വില്ലേജ് ഓഫീസർ ശ്രീവിദ്യ രാമചന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി മുംതാസ് അക്ബർ അലി, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ MLAക്കൊപ്പം ക്യാമ്പ് സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു. ദിവസങ്ങൾ നീണ്ടുനിന്ന പ്രതിഷേധങ്ങൾക്കൊടുവിൽ പടിയൂർ പുളിക്കലച്ചിറ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച താൽക്കാലിക ബണ്ട് പൊട്ടിച്ച് വെള്ളം ഒഴുക്കിവിട്ടു തുടങ്ങി. പടിയൂർ പൂമംഗലം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുളിക്കലച്ചിറ പാലം നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. പാലം നിർമ്മാണത്തിനായി കെട്ടിയ താൽക്കാലിക ബണ്ട് മൂലം പഞ്ചായത്തിലെ 100ഓളം വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയുണ്ടായതിനെ തുടർന്ന് പ്രദേശവാസികൾ ദിവസങ്ങളായി പഞ്ചായത്തിൽ സമരം ചെയ്തിരുന്നു. ജില്ലാ കളക്ടറും മന്ത്രി ആർ ബിന്ദുവും പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗം ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ യോഗങ്ങളെ തുടർന്ന് ബണ്ടിനടിയിലൂടെ കൂടുതൽ പൈപ്പുകളിട്ട് വെള്ളം കൂടുതൽ ഒഴുകിപ്പോകുന്നതിനായുള്ള നടപടി സ്വീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച രാവിലെ വെള്ളം ഒഴുക്കിവിടുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പൈപ്പും യന്ത്രസാമഗ്രികളും എത്തിയില്ല. ബണ്ടിന് സമീപം തടിച്ചുകൂടിയ പ്രദേശവാസികൾ പ്രതിഷേധിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ JCB ഉപയോഗിച്ച് ബണ്ടിന്റെ 3 ഇടങ്ങളിലായി പൊളിച്ച് വെള്ളം കൂടുതൽ ഒഴുക്കിവിട്ടു. ഇവിടെ കൂടുതൽ പൈപ്പുകൾ സ്ഥാപിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. നിലവിൽ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്.
TCV ന്യൂസ് ഇരിങ്ങാലക്കുട. ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഏങ്ങണ്ടിയൂർ ഏത്തായിയിൽ വെള്ളക്കെട്ട് രൂക്ഷം. നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലായി. ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് MI മിഷൻ ആശുപത്രിയുടെ പടിഞ്ഞാറ് ഭാഗത്തെ കൾവർട്ട് അടച്ചുപൂട്ടിയതോടെ കൈത്തോടുകൾ നിറഞ്ഞതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം. ഏതായി സെന്ററിന് സമീപത്തുള്ള പടപ്പറമ്പിൽ ഹരീഷ്, മഹേഷ്, മനോജ് എന്നിവരുടെ വീടിന്റെ പ്രദേശത്താണ് വെള്ളം കെട്ടി നിൽക്കുന്നത്. ഒരാഴ്ചയോളമായി വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം അസഹ്യമായ ദുർഗന്ധമാണ്. പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. സമീപത്തുള്ള LP സ്കൂളും പരിസരവും വെള്ളക്കെട്ടിലാണ്. കോൾപടവുകളിലെ സ്ലൂയിസുകൾ തുറന്നിടുവാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തിയതിൽ പ്രതിഷേധിച്ച് കൃഷിഭവൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കോൺഗ്രസ് ചാഴൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു സായിറാം അധ്യക്ഷത വഹിച്ചു. സുനിൽ ലാലൂർ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജോഷി ആലപ്പാട്ട്, വൈസ് പ്രസിഡന്റുമാരായ അശോക് കോമത്തുകാട്ടിൽ, PK പരമേശ്വരൻ, ചാഴൂർ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PK ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. ചാഴൂർ പഞ്ചായത്തിലെ പുറത്തൂർ പടവ്, ആലപ്പാട്ട് പടവ്, പുള്ളുപടവ് എന്നീ പാടശേഖരങ്ങളിൽ സ്ലൂയിസുകളെല്ലാം അടച്ചിട്ട് മത്സ്യകൃഷി ചെയ്യുന്നതിനാൽ പ്രദേശത്ത് രൂക്ഷമായ വെള്ളക്കെട്ട് നിലനിൽക്കുന്നതായി TCV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കനത്ത മഴയിൽ കിഴൂർ കാക്കത്തുരുത്ത് വെള്ളത്തിൽ മുങ്ങി. 30ഓളം കുടുംബങ്ങൾ പ്രതിസന്ധിയിൽ. ഈ പ്രദേശത്തേക്കുള്ള ഏക റോഡിൽ വെള്ളം നിറഞ്ഞ് വാഹനങ്ങൾക്ക് പോകുവാനോ കഴിയാത്ത അവസ്ഥയാണ്. താമസിക്കുന്ന 30ഓളം കുടുംബങ്ങളിൽ പലരും വെള്ളപ്പൊക്ക ഭീഷണി കാരണം ബന്ധുവീടുകളിലേക്ക് താമസം മാറി. 2018 വലിയ വെള്ളപ്പൊക്കത്തിലാണ് കാക്കത്തുരുത്ത് ആദ്യമായി മുങ്ങിയത്. മുല്ലശ്ശേരി തണ്ണീർക്കായലിന് സമീപം താമസിക്കുന്ന 10ഓളം കുടുംബാംഗങ്ങൾ വെള്ളക്കെട്ട് ദുരിതത്തിൽ. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ തണ്ണീർക്കായലിന് സമീപത്തെ വീടുകളിൽ വെള്ളം കയറി. ദിവസങ്ങളായി പ്രദേശത്ത് വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ പലർക്കും പനിയും ചൊറിച്ചിലുമുണ്ടെന്ന് പരിസരവാസിയായ വീട്ടമ്മ പറയുന്നു. പഞ്ചായത്ത് ഒരു നിമിഷം വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങളുടെ ഈ ഭാഗത്തോട്ട്. മെമ്പർ കാലത്ത് വന്നു, അവിടുന്ന് വിളിച്ചു പറഞ്ഞു, പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ നിന്നൊന്നും പറഞ്ഞില്ല. വില്ലേജിൽ ഓഫീസർ ലീവാന്ന് പറഞ്ഞു, അതിന്റെ അസിസ്റ്റന്റ് വന്നിട്ടുണ്ടായിരുന്നു, അവിടുന്ന് ആളും പറഞ്ഞു പഞ്ചായത്തിൽ നിന്ന് പറയേണ്ട, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പഞ്ചായത്തുകാർ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അവിടെ അറിയിച്ചിട്ട് കുട്ടികളുണ്ട്, വയസ്സായവരുണ്ട്, അവർക്കൊക്കെ വയ്യാണ്ടിരിക്കുക. ഞങ്ങൾ എന്തിട്ടാ ചെയ്യണ്ടേ? ബാത്റൂമിൽ പോകാൻ പോലും പറ്റില്ല. പ്രദേശത്തെ ശുദ്ധജല സ്രോതസ്സുകളും മലിനമായ നിലയിലാണ്. കെട്ടിനിൽക്കുന്ന വെള്ളത്തിലൂടെയുള്ള യാത്രയും ശുചിത്വമില്ലാത്ത അന്തരീക്ഷവും പകർച്ചവ്യാധികൾക്കിടയാക്കുമോ എന്ന ഭീതിയിലാണ് നാട്ടുകാർ. തണ്ണീർക്കായൽ മേഖലയിലേക്കുള്ള വെള്ളാമടം കണ്ണൻകാട് റോഡ് മണ്ണിട്ടുയർത്തിയാൽ മാത്രമേ വെള്ളക്കെട്ട് മൂലമുള്ള ദുരിതത്തിന് ഒരു പരിധിവരെയെങ്കിലും പരിഹാരം കാണാൻ കഴിയൂവെന്ന് പരിസരവാസികൾ പറയുന്നു. ഈ വെള്ളക്കെട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ റോഡ് ഉയരണം. ഈ റോഡ് ഇവിടം വരെ പാസ്സായിട്ടുണ്ട്. റോഡ് പാസ്സായി എന്ന് പറയുന്നതല്ലാണ്ട് ഇതുവരെ ഇതിനകത്ത് ഒരാളും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞങ്ങൾക്ക് റോഡ് എന്തായാലും ഉയർത്തി തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഞങ്ങൾക്ക് മിറ്റമെങ്കിലും നികത്താൻ പറ്റുള്ളൂ. ഈ വെള്ളക്കെട്ടിനൊരു ക്ഷാമം ഉണ്ടാകത്തുള്ളൂ. വാർഡ് മെമ്പറോടും പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലും വെള്ളക്കെട്ട് പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. അധികൃതർ അവഗണന തുടർന്നാൽ ശക്തമായ സമരവുമായി രംഗത്തിറങ്ങുമെന്ന് BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽകുമാർ അപ്പു, ജനറൽ സെക്രട്ടറി മിഥുൻ വൃദ്ധവനം എന്നിവർ പറഞ്ഞു. വില്ലേജ് ഓഫീസർ അനാസ്ഥപരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തോ വേണ്ട രീതിയിലുള്ള ഒരു കാര്യഗൗരവങ്ങളും ചെയ്തിട്ടില്ല. ഇതിനെതിരെ BJP മുല്ലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി ശക്തമായ സമരമായി മുന്നോട്ട് പോകും. TCV പാവർട്ടി. ശക്തമായ കാറ്റിൽ മറ്റത്തൂരിൽ മാവ് ഒടിഞ്ഞു വീണ് ഫാം ഷെഡ് തകർന്നു. കൈപ്പള്ളി അനിലിന്റെ വീടിന് പുറകിലെ ഫാം ഷെഡാണ് തകർന്നത്. ഷെഡിലുണ്ടായിരുന്ന സൈക്കിൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ നശിച്ചു. തേക്കിന്റെ കൊമ്പ് ഒടിഞ്ഞു. വൈദ്യുതി ലൈനിലേക്ക് വീണതിനെ തുടർന്ന് വൈദ്യുതി വിതരണവും ഗതാഗതവും തടസ്സപ്പെട്ടു. ചെറുതുരുത്തി നെടുമ്പുരയിൽ കനത്ത മഴയിൽ മരങ്ങൾ കടപുഴകി വീണു. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ നെടുമ്പുര CPM ഓഫീസിന് സമീപത്ത് ഇറിഗേഷൻ കനാൽ ഭാഗം ഇടിഞ്ഞുപോയി. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് സെക്രട്ടറിയും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. ഇറിഗേഷൻ കനാലിന്റെ മുകളിലുള്ള സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ പിൻഭാഗം ഇടിയുന്ന അവസ്ഥയിലാണ്. തീരദേശത്ത് വെള്ളക്കെട്ട് ദുരിതം. കനോലി കനാൽ കവിഞ്ഞതോടെ കയ്പമംഗലം, എടത്തിരുത്തി പഞ്ചായത്തുകളിൽ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായി. മഴയ്ക്ക് നേരിയ ശമനമായെങ്കിലും കനോലി കനാലിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ പുഴ കവിഞ്ഞ് വെള്ളം ഒഴുകിയെത്തിയത് ജനങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. എടത്തിരുത്തി 6-ാം വാർഡ്, കോഴിത്തുമ്പ്, കയ്പമംഗലം, ചളിങ്ങാട്, കാക്കാത്തിരുത്തി താഴ്വാരം എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത്. പ്രദേശത്തെ 200ഓളം വീടുകൾ വെള്ളക്കെട്ടിലായി. നിരവധി വീടുകളിൽ വെള്ളം കയറി. വീട്ടുകാരിൽ പലരും ബന്ധുവീടുകളിലേക്കും മറ്റും മാറി താമസിച്ചു. 14ഓളം കുടുംബങ്ങളെ പഞ്ചായത്ത് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യവും സഹായവും ചെയ്തിട്ടുണ്ടെന്ന് കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി പറഞ്ഞു.
ഈ പ്രദേശം മുഴുവനും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ഒരുപാട് വീടുകൾ, ഒരു പരിധിവരെ ആളുകളെ ക്യാമ്പിലേക്ക് നമുക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ അടുത്ത വീടുകളിലും ബന്ധുക്കളുടെ വീടുകളിലേക്കൊക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ വീടുകൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മേഖലകളാണ് നമ്മുടെ കൈപ്പലം പഞ്ചായത്തിലും അതുപോലെ തന്നെ എടത്തിരുത്തി പഞ്ചായത്തിലുള്ളത്. ഇതിൻ്റെ ഏത് രീതിയിലാണ് വെള്ളക്കെട്ട് ഒഴിവാക്കുന്ന രീതിയിലുള്ള പഠനം പൂർത്തീകരിച്ച് വേണ്ട നടപടി ചെയ്യാമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞതനുസരിച്ച് വേണ്ട കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ET രൈസൻ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, പഞ്ചായത്ത് അംഗങ്ങളായ MS സുജിത്, VB ഷെരീഫ് എന്നിവർ വെള്ളക്കെട്ട് പ്രദേശങ്ങൾ സന്ദർശിച്ചു. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് ജില്ലാ ഭരണകൂടവുമായി ആലോചിച്ച് ശാശ്വത പരിഹാരം കാണുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് MLA പറഞ്ഞു. ഒരു പ്രാവശ്യവുമില്ലാത്ത രീതിയിൽ കനോലി കനാലിൽ നിന്ന് വെള്ളം കയറുകയാണ്. ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിൽ വിഷമുണ്ടാക്കുന്നതാണ്. എന്തായാലും നമുക്ക് അതിനുള്ള പരിഹാരം എന്താണെന്ന് ജില്ലാ ഭരണകൂടമൊക്കെ ആയിട്ട് ആലോചിച്ച് നമ്മൾ ചെയ്യും. പഞ്ചായത്ത് ചാമക്കാല ആശ്വാസ കേന്ദ്രത്തിലെ ക്യാമ്പിൽ 27 കുടുംബങ്ങളിൽ നിന്നുള്ള 60 പേരാണുള്ളത്. ഇനിയൊരു ഇടവേള. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പുതുക്കാട് സെന്ററിലെ തട്ടുകടകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്തതും പഴയ ഭക്ഷണം കണ്ടെത്തിയതുമായ 2 കടകൾ അടയ്ക്കാൻ നിർദ്ദേശം നൽകി. രാത്രികാലങ്ങളിൽ പ്രവർത്തിക്കുന്ന ദേശീയപാതയോരത്തെ തട്ടുകടകളിലാണ് പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയത്. 2 ദിവസത്തിനുള്ളിൽ മറ്റുള്ള തട്ടുകടകൾ വൃത്തിയാക്കിയ ശേഷം ആരോഗ്യവകുപ്പിനെ അറിയിക്കാനും ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു. എല്ലാ തട്ടുകടകളിലും ഭക്ഷണം തുറന്നുവെച്ച നിലയിലായിരുന്നു. ഹെൽത്ത് കാർഡില്ലാത്ത തൊഴിലാളികൾക്ക് അടുത്ത ദിവസം തന്നെ ഹെൽത്ത് കാർഡ് എടുക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ലേബലില്ലാത്ത വറവ് പലഹാര പാക്കറ്റുകളും ഉദ്യോഗസ്ഥർ കണ്ടെത്തി. പുറത്തുനിന്ന് തട്ടുകടകളിലേക്ക് ഭക്ഷണം എത്തിക്കുന്നവരുടെ രേഖകൾ സൂക്ഷിക്കുന്നതിനും നിർദ്ദേശം നൽകി. പുതുക്കാട് സെന്ററിലെ കടകളിൽ നിന്ന് വാങ്ങിയ ഭക്ഷണത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പുഴുവിനെയും തേരട്ടയെയും കണ്ടെത്തിയതിന് പിന്നാലെയാണ് ആരോഗ്യവകുപ്പിന്റെ പരിശോധന. 2 ആഴ്ചയിലൊരിക്കൽ രാത്രി പരിശോധന കർശനമാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. പുതുക്കാട് ഹെൽത്ത് ഇൻസ്പെക്ടർ R രാജേഷ്, പഞ്ചായത്ത് തല ഹെൽത്ത് ഇൻസ്പെക്ടർ KG ഗീതുപ്രിയ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അബ്ദുൾ റസാഖ്, നിമ്മി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. TCV ന്യൂസ്, പുതുക്കാട്. പ്രാണവേദനയോടെ ഗുരുവായൂരിന്റെ തെരുവിൽ ജീവിതം തള്ളി നീക്കിയ പ്രസാദിനെ സാമൂഹ്യനീതി വകുപ്പ് ഏറ്റെടുത്തു. TCV വാർത്തയെ തുടർന്നാണ് നടപടി. ഓർഫനേജ് കൌൺസിലർ മാല രമണന്റെ നേതൃത്വത്തിൽ പ്രസാദിനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കയ്യിലെ സ്റ്റീൽ വള കുടുങ്ങി പഴുപ്പ് കയറി വേദന കടിച്ചമർത്തി ഗുരുവായൂരിന്റെ തെരുവിൽ തീരാ നോവായി മാറിയ പ്രസാദിനെക്കുറിച്ചുള്ള വാർത്ത കഴിഞ്ഞ ദിവസമാണ് TCV പുറത്തുവിട്ടത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഓർഫനേജ് കൌൺസിലർ മാല രമണൻ പ്രസാദിനെ തേടി ഗുരുവായൂരിലെത്തുകയായിരുന്നു. ക്ഷേത്രനഗരിയുടെ തെരുവിൽ തെരഞ്ഞ് കണ്ടുപിടിച്ച് 108 ആംബുലൻസിൽ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. വലത് കൈത്തണ്ടയിലെ സ്റ്റീൽ വള മാംസത്തിൽ ആഴ്ന്നിറങ്ങിയ നിലയിലായിരുന്നു. മെഡിക്കൽ കോളേജിലെത്തിയ പ്രസാദിന്റെ കൈത്തണ്ടയിൽ നിന്ന് വളകളും ചരടുകളും മോതിരങ്ങളും നീക്കം ചെയ്തു. അസുഖം ഭേദമാകുന്ന മുറയ്ക്ക് പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്ന് ഓർഫനേജ് കൌൺസിലർ മാലാരമണൻ പറഞ്ഞു. ഇരിങ്ങാലക്കുട കത്തീഡ്രൽ ദേവാലയത്തിൽ മുന്നിൽ പട്ടാപ്പകൽ ബൈക്കിലെത്തിയ 2 സംഘം സ്ത്രീയുടെ മാല പൊട്ടിച്ചു. ചന്തക്കുന്നിൽ അടയ്ക്ക വിൽക്കുന്നതിന് എത്തി മടങ്ങുകയായിരുന്ന കാരളം സ്വദേശിനി നളിനിയുടെ മാലയാണ് ബൈക്കിലെത്തിയ സംഘം പൊട്ടിച്ച് കടന്നു കളഞ്ഞത്. സമീപത്തെ കടയിലെ CCTV ക്യാമറയിൽ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. പ്രതികൾക്കായി ഇരിങ്ങാലക്കുട പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദേശീയപാതയിൽ പലയിടത്തും അടിപ്പാതകൾ അനുവദിച്ചിട്ടും നെല്ലായി ജംഗ്ഷനിൽ സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കുവാനുള്ള സംവിധാനമൊരുക്കാൻ അധികൃതർക്കായിട്ടില്ല. അടിക്കടി അപകടങ്ങൾ ഉണ്ടാകുന്ന ഇവിടെ ട്രാഫിക് സിഗ്നൽ സംവിധാനമോ ഫുട് ഓവർ ബ്രിഡ്ജോ സ്ഥാപിക്കണമെന്ന ആവശ്യം പോലും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ദേശീയപാത 4-വരിപ്പാതയാക്കി നവീകരിച്ച കാലം മുതൽ നെല്ലായി ജംഗ്ഷനിൽ പ്രദേശവാസികൾ റോഡ് മുറിച്ചു കടക്കുന്നത് ജീവൻ പണയം വെച്ചാണ്. ഒട്ടേറെ അപകട മരണങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നിരന്തരം വാഹനങ്ങൾ ചീറിപ്പായുന്ന ദേശീയപാത മുറിച്ചു കടക്കാൻ പ്രായം ചെന്നവരും സ്കൂൾ കുട്ടികളുമാണ് ഏറെ വിഷമിക്കുന്നത്.
പറപ്പൂക്കര പഞ്ചായത്തിലെ വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായ നെല്ലായിയിലാണ് പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാൾ, നെല്ലായി വില്ലേജ് ഓഫീസ്, നെല്ലായി സബ് രജിസ്ട്രാർ ഓഫീസ് എന്നീ സ്ഥാപനങ്ങൾ ഉള്ളത്. പന്തല്ലൂരിലുള്ള പറപ്പൂക്കര പ്രാഥമികാരോഗ്യ കേന്ദ്രം, മൃഗസംരക്ഷണ കേന്ദ്രം എന്നിവിടങ്ങളിലേക്കും നെല്ലായി ജംഗ്ഷനിലൂടെ വേണം എത്തിച്ചേരാൻ. വയലൂർ, ആലത്തൂർ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് കൊടകര, ചാലക്കുടി ഭാഗങ്ങളിലേക്ക് പോകാനായി നെല്ലായി ബസ് സ്റ്റോപ്പിൽ എത്തണമെങ്കിലും ദേശീയപാത മുറിച്ചു കടക്കണം. ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്തുള്ളവർക്ക് പുതുക്കാട്, തൃശൂർ, മണ്ണുത്തി ഭാഗങ്ങളിലേക്കുള്ള ബസ്സിൽ കയറണമെങ്കിലും ഏറെ പണിപ്പെട്ട് റോഡ് മുറിച്ചു കടക്കണം. ദേശീയപാത 4 പാതയാക്കിയ ശേഷം നെല്ലായി ജംഗ്ഷനിൽ നടന്നിട്ടുള്ള അപകടങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 30-ലേറെയാണെന്നാണ് അനൌദ്യോഗിക കണക്ക്. അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനും കാൽനടക്കാരുടെ സുരക്ഷിതത്വത്തിനും വേണ്ടി ഇവിടെ ട്രാഫിക് സിഗ്നൽ സംവിധാനം സ്ഥാപിക്കണമെന്ന് വർഷങ്ങളായി ജനങ്ങൾ ആവശ്യപ്പെട്ടു വരുന്നുണ്ടെങ്കിലും ഈ ആവശ്യം അധികൃതർ ഇനിയും അംഗീകരിച്ചിട്ടില്ല. കാൽനട യാത്രക്കാർക്കായി ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിലും അതും നടപ്പായില്ല. വാഹനങ്ങളും കാൽനട യാത്രക്കാരും ദേശീയപാത മുറിച്ചു കടക്കുന്ന ജംഗ്ഷനാണെന്ന് മുന്നറിയിപ്പ് നൽകുന്ന ബ്ലിങ്കിംഗ് ലൈറ്റുകൾ മാത്രമാണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. പേരാമ്പ്ര, ആമ്പല്ലൂർ തുടങ്ങിയ ജംഗ്ഷനുകളിൽ അടിപ്പാത നിർമ്മാണം ആരംഭിക്കുകയും മറ്റു പലയിടങ്ങളിലും അടിപ്പാതകൾ പരിഗണിക്കപ്പെടുകയും ചെയ്തിട്ടും നെല്ലായിലെ ദുരിതം അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നതിൽ ജനങ്ങൾക്ക് അമർഷമുണ്ട്. കുറഞ്ഞത് ട്രാഫിക് സിഗ്നൽ സംവിധാനമോ ഫുട് ഓവർ ബ്രിഡ്ജോ സ്ഥാപിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. TCV കൊടകര. കണ്ണൂർ തേയിൽമൂല കോതറ പാലത്തിന് സമീപം KLDC കനാലിൽ സുഹൃത്തുക്കളോടൊപ്പം കുളിക്കാനിറങ്ങിയ യുവാവിനെ കാണാതായി. ചടിങ്ങാട് സ്വദേശി തോട്ടുപർമ്മത്ത് വീട്ടിൽ 22 വയസ്സുള്ള ഷാനവാസിനെയാണ് കാണാതായത്. ബുധനാഴ്ച വൈകിട്ടാണ് സംഭവം. കാട്ടൂർ പോലീസും ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും മണിക്കൂറുകളോളം തെരച്ചിൽ നടത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്താനായില്ല. തെരച്ചിൽ വ്യാഴാഴ്ച പുനരാരംഭിക്കും. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. മതിലകം 1-ാം കല്ല് വടക്കുവശം കൈതക്കാട്ട് 53 വയസ്സുള്ള ഷോബിയാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രിയാണ് പടിഞ്ഞാറെ വെമ്പലൂർ അസ്മാബി കോളേജിനടുത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം നടന്നത്. ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. പച്ചക്കറി കടയിലെ തൊഴിലാളിയായിരുന്നു ഷോബി. അപകടത്തിൽ പരിക്കേറ്റ 3 പേർ ചികിത്സയിലാണ്. ദേശീയപാത തലൂരിൽ ലക്ഷങ്ങൾ ചെലവിട്ട് ഇരുമ്പുവേലി സ്ഥാപിച്ചിട്ടും ശുചിമുറി മാലിന്യം തള്ളുന്നത് തുടരുന്നു. ദേശീയപാതയിൽ ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവായതോടെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ലക്ഷങ്ങൾ മുടക്കി ഇരുമ്പുവേലിയും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചത്. എന്നാൽ ഇരുമ്പുവേലിയും നിരീക്ഷണ ക്യാമറകളും ഇല്ലാത്തയിടങ്ങളിലാണ് സാമൂഹ്യവിരുദ്ധർ മാലിന്യം തള്ളൽ തുടരുന്നത്. ജെറുസലേം ധ്യാന കേന്ദ്രത്തിന്റെ സമീപ പ്രദേശങ്ങളിലെ തോടുകളിലടക്കം ശുചിമുറി മാലിന്യം എത്തുന്നുണ്ട്. പലതവണ നാട്ടുകാർ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും മാലിന്യം തള്ളുന്ന കാര്യത്തിൽ മാത്രം ശമനമായില്ല. നിരവധി ആളുകൾ ദൈനംദിന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വെള്ളം മലിനമായതോടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് തന്നെ വഴിവെക്കുമെന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മാലിന്യ നിക്ഷേപം തടയാൻ മേഖലയിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പെരിഞ്ഞനം ചക്കരപ്പാടത്ത് യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചക്കരപ്പാടം പടിഞ്ഞാറ് ഏറാട്ട് വീട്ടിൽ വാസുവിന്റെ മകൻ 41 വയസ്സുള്ള വിനീഷാണ് മരിച്ചത്. വീട്ടിൽ തനിച്ചായിരുന്ന വിനീഷിനെ പുറത്ത് കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കളെത്തി വാതിൽ തുറന്ന് നോക്കിയപ്പോഴാണ് അടുക്കള ഭാഗത്ത് മരിച്ചു കിടക്കുന്നതായി കണ്ടത്. ഭാര്യയുമായി വേർപിരിഞ്ഞതിനു ശേഷം വിനീഷും അമ്മയുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം അമ്മ സഹോദരിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. കൈപ്പൊങ്കലം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസം മറ്റത്തൂർ മുപ്പുളി വനത്തിൽ കണ്ടെത്തിയ മൃതദേഹം കൊരേച്ചാൽ സ്വദേശി വർഗീസിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞു. മൃതദേഹത്തിനരികിൽ നിന്ന് കിട്ടിയ വസ്ത്രവും ബെൽറ്റും മുൻവശത്തെ പല്ല് നഷ്ടപ്പെട്ടിട്ടുള്ളതും നോക്കിയാണ് തിരിച്ചറിഞ്ഞതെന്ന് പോലീസ് പറഞ്ഞു. മുപ്പുളിയിലുള്ള പിതൃഭവൻ വൃദ്ധമന്ദിരത്തിലായിരുന്നു ഇയാളെ 1 മാസം മുൻപ് കാണാതായിരുന്നു. ഗാസയിലെ ഇസ്രായേൽ മനുഷ്യകുരുതിക്കെതിരെ LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് പാലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. ചാവക്കാട് മുല്ലത്തറയിൽ നിന്ന് ആരംഭിച്ച ഐക്യദാർഢ്യ റാലിയിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ഐക്യദാർഢ്യ സദസ്സ് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷനായിരുന്നു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം VS സുനിൽകുമാർ, LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ, NCP സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ, കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, ജനതാദൾ S ജില്ലാ പ്രസിഡന്റ് CD ജോഫി, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ M ബാലാജി, TV ഹരിദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. എളവള്ളി പഞ്ചായത്തിലെ രൂക്ഷമായ വെള്ളക്കെട്ടിനെതിരെ BJP പ്രതിഷേധ മാർച്ച് നടത്തി. സംസ്ഥാന അധ്യാപക സെൽ കോർഡിനേറ്റർ പ്രിന്റു മഹാദേവ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് VV അനീഷ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കമ്മിറ്റി അധ്യക്ഷൻ MR വിശ്വൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രവീൺ പറങ്ങനാട്ട്, PG സുധീർ, സൗമ്യ രതീഷ്, രാജി മണികണ്ഠൻ, PM ധനീഷ് എന്നിവർ സംസാരിച്ചു.
ലഹരി പ്രതിരോധത്തിനായി നാട്ടിൽ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിയ യുവാവിന് നേരെ നടന്ന ഗുണ്ട ആക്രമണത്തിൽ കീഴ്പള്ളിക്കര ജനകീയ സമിതി പ്രതിഷേധിച്ചു. കീഴ്പള്ളിക്കര ജനകീയ സമിതി കൺവീനർ TV ദീപുവിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വീട്ടിൽ കയറി നടത്തിയ ആക്രമണത്തിൽ ദീപുവിനും സഹോദരൻ രാജേഷിനും പരിക്കേറ്റിരുന്നു. കീഴ്പള്ളിക്കര താന്യം പ്രദേശങ്ങളിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന് കീഴ്പള്ളിക്കര ജനകീയ സമിതി ആവശ്യപ്പെട്ടു. പ്രതിഷേധ യോഗം താന്യം പഞ്ചായത്ത് മെമ്പർ ഷൈനി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജനകീയ സമിതി ചെയർമാൻ PB അനിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീന അനിൽകുമാർ, TV ദീപു, അഡ്വക്കേറ്റ് PR ഷിനോയ്, TV മദനമോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റൊരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. മുല്ലശ്ശേരി സെന്ററിലെ പൊതുമരാമത്ത് റോഡിൽ രൂപപ്പെട്ട അപകടക്കുഴികൾ അധികൃതർ അടച്ചു. റോഡിലെ അപകടക്കുഴികളെക്കുറിച്ച് മാസങ്ങൾക്ക് മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് അറിയിച്ചിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിച്ച പൊതുമരാമത്ത് വകുപ്പിനെതിരെ നാട്ടുകാർ സമരത്തിന് ഒരുങ്ങുന്നതായി TCV കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രവും കലാമണ്ഡലവും ചേർന്ന് 300-ൽ പരം ആളുകളെ പങ്കെടുപ്പിച്ച് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ യോഗ നടത്തും. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ VC ദിലീപ്, ബയോ കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ N തമിഴ് സെൽവൻ, റിസർച്ച് ഓഫീസർ ഡോക്ടർ PP പ്രദീപ് കുമാർ, റിസർച്ച് ഓഫീസർ ഡോക്ടർ ബിനിത എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജോർജിയയിലേക്ക് സ്റ്റുഡന്റ് വിസ വാഗ്ദാനം ചെയ്ത് 5,64,000 രൂപ തട്ടിയെടുത്തുവെന്ന പരാതിയിൽ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാർക്കെതിരെ മാള പോലീസ് കേസെടുത്തു. കോട്ടയം പാലായിലുള്ള ഗേറ്റ്സ് ഓവർസീസ് എഡ്യൂക്കേഷൻ ആൻഡ് മൈഗ്രേഷൻ എന്ന സ്ഥാപനത്തിന്റെ ഉടമയും ഫീൽഡ് സ്റ്റാഫും ചേർന്ന് കബളിപ്പിച്ചതായാണ് പരാതി. പൊയ്യ മഠത്തുംപടി സ്വദേശി രമ്യയുടെ പരാതിയിൽ സ്ഥാപന ഉടമ സന്തോഷ്, ഫീൽഡ് സ്റ്റാഫ് ബിന്ദു എന്നിവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഗുരുവായൂർ കോട്ടപ്പടി സ്വദേശി കോവിഡ് ബാധിച്ച് മരിച്ചു. അമ്പലത്ത് വീട്ടിൽ പണ്ടാരത്തിൽ ഫിറോസ് ഹാഷിമാണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. കോവിഡ് ബാധിച്ച് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. അവയവദാനത്തിലൂടെ മാതൃകയായ പബ്ലിക് ലൈബ്രറിയിലെ ലൈബ്രറി അസിസ്റ്റന്റ് കുറ്റുമുക്ക് സ്വദേശി V അജയനെ പബ്ലിക് ലൈബ്രറി റിസോഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ മാധ്യമപ്രവർത്തകൻ രഞ്ജിത്ത് പെരിങ്ങാവ് അധ്യക്ഷത വഹിച്ചു. NV അനിൽകുമാർ, MR ബേബി, KU ഹരികൃഷ്ണൻ, MN ബാലൻ, പ്രീതി പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ബന്ധുവായ പ്രീതിക്കാണ് അജയൻ കരൾ പകുത്തു നൽകിയത്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വടക്കേക്കാട് പോലീസിന്റെയും ജനമൈത്രി പോലീസിന്റെയും SPGയുടെയും ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. വട്ടയമ്പാടം ICI സ്കൂളിൽ നടന്ന മത്സരം വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. SIമാരായ PP ബാബു, യൂസഫ്, CPO ദീപക്, സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ യൂനിസ് എന്നിവർ ചിത്രരചനാ മത്സരത്തിന് നേതൃത്വം നൽകി. അഖിലേന്ത്യാ നീറ്റ് പരീക്ഷയിൽ സംസ്ഥാനത്ത് 3ാം റാങ്ക് നേടിയ KN കൃഷ്ണയെ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്ര ഏങ്ങണ്ടിയൂർ മണ്ഡലം കമ്മിറ്റി ഉപഹാരം നൽകി ആദരിച്ചു. K അബ്ദുസമദ്, PK ജലീൽ എന്നിവർ ഉപഹാരം സമർപ്പിച്ചു. ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്ര ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നൌഷാദ് കുട്ടിലിങ്ങൽ ഷാൾ അണിയിച്ചു. ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്ര കൺവീനർ ES ഹുസൈൻ, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് KPR പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് ഹൈസ്കൂളിന്റെ കലയാണ് ലഹരി പദ്ധതി ആർട്ടിസ്റ്റ് നന്ദൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചു. അയ്യന്തോൾ വെസ്റ്റ് പോലീസും എൽത്തുരുത്ത് സെന്റ് അലോഷ്യസിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയും വിദ്യാലയത്തിലെ ചിത്രകലാ വിഭാഗവും സംയുക്തമായാണ് മത്സരം നടത്തിയത്.
ബില്ലടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വാർഡ് കൌൺസിലർ ഐ സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. SMC ചെയർമാൻ നാസർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. ജീവിതമാകുന്ന ലഹരി എന്ന വിഷയത്തിൽ എക്സൈസ് ഓഫീസർ ശിവശങ്കറും പാരന്റിംഗ് അപ്പ് എന്ന വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് ഉബൈദുള്ളയും ക്ലാസ് നയിച്ചു. പ്രിൻസിപ്പൽ ഷീന, PTA പ്രസിഡന്റ് സിന്ധു ജയേഷ്, മദർ PTA ബബിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. മാർത്തോമ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 പ്രവേശനോത്സവം സാഹിത്യകാരൻ VG തമ്പി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ സാജു ചാക്കോ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ റിൻസ് B സെബാസ്റ്റ്യൻ, കോർപ്പറേഷൻ കൌൺസിലർ സിന്ധു ആൻഡോ ചാക്കോള, PTA പ്രസിഡന്റ് CP ഷംസുദ്ദീൻ, ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ലീന തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി 1ാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രേഷ്മ അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ KR സ്മിത, ഡിവിഷൻ കൌൺസിലർ റിജി ജോയ്, VHSE പ്രിൻസിപ്പൽ അനിത, ഹൈസ്കൂൾ വിഭാഗം HM ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. പൂങ്കുന്നം സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ രതി അധ്യക്ഷത വഹിച്ചു. ദിശ അന്തിക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ സ്മൃതി ദിനം ആചരിച്ചു. മേഖലാ പ്രസിഡന്റ് രാമചന്ദ്രൻ പൂക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് പ്രസാദ് കുണ്ടൂർ, സംസ്ഥാന കമ്മിറ്റി അംഗം ബാബു പടിയം, മേഖലാ വൈസ് പ്രസിഡന്റ് ഷാജു കണക്കന്ത്ര, S കുമാർ അന്തിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. LDF തിരുവത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. കോട്ടപ്പുറം സെൻട്രലിൽ നിന്ന് ആരംഭിച്ച പ്രകടനം തിരുവത്ര കുമാർ UP സ്കൂൾ പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPM ഏരിയ കമ്മിറ്റി അംഗം MR രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CPI നേതാവ് AM സതീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CPM തിരുവത്ര ലോക്കൽ സെക്രട്ടറി സലാം ചാവക്കാട്, നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്, അഡ്വക്കേറ്റ് അൻവർ, TM ഹനീഫ, പ്രസന്ന രണദിവെ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ യാദൂർ നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഷീബ രാജേഷ് അധ്യക്ഷയായി. പഞ്ചായത്ത് മെമ്പർ MK ജോസ്, പ്രിൻസിപ്പൽ ഷീബ ജോസ്, സ്റ്റാഫ് സെക്രട്ടറി ചിന്ന, PTA വൈസ് പ്രസിഡന്റ് TK ശിവൻ, സീനിയർ അധ്യാപകൻ വർഗീസ്, SMC ചെയർമാൻ VS ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിക്കുളങ്ങര പുളിങ്കര പള്ളിയുടെ കീഴിലുള്ള കപ്പലയുടെ ചില്ലും രൂപക്കൊടും കല്ലെറിഞ്ഞ് തകർത്ത യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുറ്റിച്ചിറ പൊന്നമ്പിളിയോളി സ്വദേശി അലനോലിക്കൽ വീട്ടിൽ ജോഫിൻ മാത്യുവിനെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ K കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അന്നമനാട് പഞ്ചായത്ത് അംഗത്വം നിലനിർത്തി സുപ്രീംകോടതി ഉത്തരവുണ്ടായിട്ടും ഓണററിയവും അലവൻസുകളും തടഞ്ഞുവെച്ചത് തിരിച്ചു നൽകുവാൻ ഓംബുഡ്സ്മാൻ ഉത്തരവ്. പഞ്ചായത്ത് അംഗം KK രവി നമ്പൂതിരിക്ക് ആനുകൂല്യങ്ങൾ നൽകണമെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി, പ്രസിഡന്റ് എന്നിവരോട് ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് PD രാജൻ ഉത്തരവിട്ടത്. 2018 ജൂൺ മുതൽ 2020 നവംബർ വരെയുള്ള ഓണററിയമാണ് 3,06,000 രൂപയും സിറ്റിംഗ് ഫീസായി 20,750 രൂപയും 12% പലിശയും സഹിതം നൽകുവാനാണ് ഓംബുഡ്സ്മാൻ ഉത്തരവിട്ടത്. തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങളും പലിശയും 15 ദിവസത്തിനുള്ളിൽ നൽകിയില്ലെങ്കിൽ തുടർന്നുള്ള കാലയളവിൽ 8% പലിശ കൂടി നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു. ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1ാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം നടന്നു. ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രാജേഷ് ശേഖരൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ M പ്രവീൺ, സ്കൂൾ മാനേജർ പ്രസന്നകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KB സുരേഷ്, ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ പഞ്ചായത്ത് പൂക്കൃഷി കർഷകർക്കായി ചെണ്ടുമല്ലി തൈ വിതരണം ചെയ്തു. കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ദിലീപ് കുമാർ അധ്യക്ഷയായി. കൃഷി ഓഫീസർ ഡോക്ടർ ജസ്ന മരിയ, പഞ്ചായത്ത് അംഗം വിമല നാരായണൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ A ബൈജു ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,250 രൂപ, പവന് 74,000 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4,255 രൂപ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ശക്തമായ മഴയിൽ ചാഴൂർ കമാൻഡ് മുഖം താൽക്കാലിക തടയണ തകർന്നു. 5 പഞ്ചായത്തുകളിലെ 500-ലേറെ കുടുംബങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. പടിയൂർ പുളിക്കലച്ചിറ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച താൽക്കാലിക ബണ്ട് പൊട്ടിച്ച് വെള്ളം ഒഴുക്കിവിട്ടു തുടങ്ങി. കോൾപ്പടവുകളിലെ സ്ലൂയിസുകൾ തുറക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് ചാഴൂർ കൃഷിഭവൻ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. തീരദേശത്ത് വെള്ളക്കെട്ട് ദുരിതം. കനോലി കനാൽ കവിഞ്ഞതോടെ കയ്പമംഗലം, എടത്തിരുത്തി പഞ്ചായത്തുകളിൽ നിരവധി വീടുകൾ വെള്ളക്കെട്ടിൽ. പുതുക്കാട് സെന്ററിലെ തട്ടുകടകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്തതും പഴകിയ ഭക്ഷണം കണ്ടെത്തിയതുമായ 2 കടകൾ അടയ്ക്കാൻ നിർദ്ദേശം. പ്രാണവേദനയോടെ ഗുരുവായൂരിന്റെ തെരുവിൽ ജീവിതം തള്ളി നീക്കിയ പ്രസാദിനെ സാമൂഹ്യനീതി വകുപ്പ് ഏറ്റെടുത്തു. നടപടി TCB വാർത്തയെ തുടർന്നു. ഇരിങ്ങാലക്കുടയിൽ പട്ടാപ്പകൽ ബൈക്കിലെത്തിയ 2 അംഗ സംഘം സ്ത്രീയുടെ മാല പൊട്ടിച്ചു. കാറളം സ്വദേശിനി നളിനിയുടെ മാലയാണ് ബൈക്കിലെത്തിയ സംഘം പൊട്ടിച്ച് കടന്നു കളഞ്ഞത്. ദേശീയപാത നെല്ലായി ജംഗ്ഷനിൽ സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കുവാനുള്ള സംവിധാനം ഒരുക്കാതെ അധികൃതർ. ട്രാഫിക് സിഗ്നൽ സംവിധാനമോ ഫുട് ഓവർ ബ്രിഡ്ജോ സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം കടലാസിൽ ഒതുങ്ങി. ഈ ബുള്ളറ്റിൻ പുറമാകുന്നു. നമസ്കാരം.